അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും ഇപ്പോൾ റമദാൻ ആകുമ്പോൾ നമ്മളെല്ലാവരും ഡ്രസ്സ് എടുക്കുമല്ലോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ആഗ്രഹം ആ ഒരു ഡ്രസ്സിലൂടെ നമുക്ക് ബർക്കത്ത് കിട്ടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് ചിലർക്ക് അന്ധവിശ്വാസമായിട്ടൊക്കെ തോന്നാം. എന്നാലും പണ്ടുള്ളവർ പറയുന്നതും നമ്മുടെ മുൻഗാമികൾ പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കണമല്ലോ. അപ്പോൾ നമ്മൾക്ക് അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, നല്ലതേ വരുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ പെരുന്നാളിനേക്ക് ഡ്രസ്സ് എടുക്കും. അപ്പോൾ പെരുന്നാളിനേക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ സെലക്ട് ചെയ്യേണ്ട ദിവസങ്ങളാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രസ്സ് നമ്മുടെ കയ്യിലുള്ള കാലത്തോളം നമുക്ക് അസുഖങ്ങളും ദാരിദ്ര്യങ്ങളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ഉള്ളതാണോ എന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ മറ്റുള്ളവരുടെ സംസാരത്തിൽ നമ്മൾ ധിക്കരിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് പാലിച്ചുകൊണ്ട് ചെയ്താൽ നമുക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ മാക്സിമം ഡ്രസ്സ് എടുക്കാൻ പോവാതിരിക്കുക. നമ്മൾ ഡ്രസ്സ് വാങ്ങേണ്ടത് ഹദീസിലുള്ള ദിവസങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും മോശപ്പെട്ട ദിവസമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം വരും, നമുക്ക് രോഗങ്ങൾ വന്നു ചേരും. അതിൽ പെട്ട ദിവസങ്ങളാണ് ഒന്ന് ശനിയാഴ്ച നമുക്ക് അർജൻറ്റ് കാര്യത്തിന് പുതിയ വസ്ത്രം വാങ്ങുക എന്നതിലല്ലാതെ നമ്മൾ ഇപ്പോൾ പെരുന്നാൾ വസ്ത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ ചൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ പോവാതിരിക്കുക, ഞായറാഴ്ച ദിവസങ്ങളിലും പോവാതിരിക്കുക. ഇതൊക്കെ ഹദീസിൽ നമുക്ക് ഓരോരോ ദോഷങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചൊവ്വാഴ്ച ദിവസം നമ്മൾ പുതിയ ഡ്രസ്സ് എടുക്കാതിരിക്കുക. നമുക്ക് അർജൻറ്റുള്ള കാര്യത്തിന് നമുക്ക് എടുക്കാം എന്നല്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അന്ന് പോവാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിൽപ്പെട്ട ദിവസങ്ങളാണ് തിങ്കളാഴ്ച നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം കിട്ടും, ആഫിയത്ത് കിട്ടും, ബറക്കത്ത് കിട്ടും. അതുപോലെ തന്നെ വേറൊരു ദിവസമാണ് ബുധനാഴ്ച നമ്മൾ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് കിട്ടും. നമുക്ക് ആ ഒരു ഡ്രസ്സിൽ നല്ല ബറക്കത്ത് കിട്ടും. അതുപോലെ തന്നെ വേറൊരു ദിവസമാണ് വ്യാഴാഴ്ച നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു ഡ്രസ്സ് ഇടാനുള്ള ഭാഗ്യം കിട്ടും. അതുപോലെ പെട്ടെന്ന് പുതിയ ഡ്രസ്സ് ഇനിയും വാങ്ങിക്കാൻ പറ്റും, വാങ്ങേണ്ട സാഹചര്യം വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി ആരും അത് കേട്ട് തർക്കിക്കാനൊന്നും വരണ്ട. എങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നന്മകളെ വരികയുള്ളൂ. നമ്മൾ വ്യാഴാഴ്ച ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഡ്രസ്സ് കിട്ടും പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളിയാഴ്ചയും നമുക്ക് ഡ്രസ്സ് എടുക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് നന്മകൾ വരും. അതുപോലെ നമ്മുടെ കാര്യം നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ തീരുമാനിക്കുക എപ്പോൾ ഡ്രസ്സ് എടുക്കണം, എപ്പോൾ ഡ്രസ്സ് എടുക്കേണ്ട, എപ്പോൾ പുതിയ ഡ്രസ്സ് ഇടണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതല്ലേ. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ദിവസവും ഡ്രസ്സ് ഇപ്പോൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ബറക്കത്തിന് വേണ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് തരാൻ വേണ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. അതിപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും നമുക്ക് ബറക്കത്ത് വേണം. അത് നമ്മൾ പടച്ച റബ്ബിനോട് ചോദിച്ച് വാങ്ങുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.